ഇന്നിപ്പോൾ നല്ല ബിസി ഡേ ആണ്. നമ്മൾ രാവിലെ തന്നെ 7 മണിക്ക് തന്നെ കേക്ക് ഡെലിവറിക്ക് പോവാണ്. നമുക്ക് ഒരുപാട് ഓർഡർ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇന്ന് രാവിലെ തന്നെ തുടങ്ങണം. അപ്പോൾ 7 മണിക്ക് നമ്മൾ ഫസ്റ്റ് ഡെലിവറിക്ക് പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ ഡെലിവറിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡെലിവറി നമുക്ക് ഇന്ന് ഫസ്റ്റ് ഡെലിവറി നടുവട്ടത്തേക്കാണ്. നമ്മളെ പ്ലാനിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് പോയി ഡെലിവറി ചെയ്യുക, അതിന് ശേഷം ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. ഷാനു ഓക്കെ അല്ലേ? ഓക്കെ. നമ്മളിപ്പോൾ കൈപ്പറത്തി. അപ്പോൾ ഡെലിവറി സ്പോട്ട് എത്താറായിക്കണു, ഏകദേശമൊക്കെ അടുത്തായിക്കണു. ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. നമുക്ക് കാറിൽ നിന്ന് ഇറങ്ങാൻ പറ്റുമെന്ന് അറിയില്ല, എന്നാലും നമുക്ക് നോക്കാം. ഇങ്ങനെ ചാർജുണ്ട്. നമ്മൾ പ്രതീക്ഷയാണ് എത്തുമ്പോൾ മഴ പെയ്യില്ല എന്നതാണ്. മഴ പെയ്യാതിരുന്നാൽ നമുക്ക് പെട്ടെന്ന് ഡെലിവറി കൊടുക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് വേണം നമ്മളെ അളിയൻ്റെ ഹോട്ടലിൽ പോയിട്ട് വേണം ഫുഡ് കഴിക്കാൻ. അപ്പോൾ നമ്മൾ സ്പോട്ട് എത്താറായിക്കണു. നമ്മൾ ഡെലിവറി ഏകദേശം ഈ ഭാഗത്താണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ രായിരൻ്റെ മലയുടെ മുകളിൽ പോകുന്ന ഒരു വഴിയാണ്. ഈ വഴി കൂടെ പോയിട്ട് ഇതാ ഏകദേശം സ്പോട്ടിനടുത്ത് എത്തിക്കണം. നമ്മൾ എന്താണ് വഴി തെറ്റി. നമ്മൾ വിചാരിച്ച നമ്മളതിൻ്റെ മുമ്പ് 1-2 വട്ടം ഡെലിവറി ചെയ്തിട്ടുണ്ട്. പക്ഷേ വഴി ഇതാണ് ഇതിൽ ധാരണ പോകുന്നത്. പക്ഷെ ഇതെല്ലാം ഇതിൻ്റെ തൊട്ടപ്പുറത്ത് വേറൊരു വഴിയുണ്ട്. ആ വഴി കൂടെ ആയിരുന്നു പോകേണ്ടിയിരുന്നത്. അപ്പോൾ വണ്ടി തിരിക്കുകയാണ്. വഴി തിരിക്കുകയാണ്. എത്രയാ ഗൂഗിൾ പേ? 300, 560, 340, 100, 480, 400, 320. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഫുഡ് കഴിക്കാൻ വേണ്ടി ഫുഡിന് ഓർഡർ ചെയ്തിരിക്കുകയാണ്. പൊറാട്ട രാവിലെ നല്ല വൈബാണ് പൊറാട്ടയ്ക്ക് പോകും. അതിൽ മീൻകറിയാണ് സ്പെഷ്യലി. ഷാഫിയാണ് മീൻ്റെ പേര്. ഷാഫി അത്ര ഞാൻ ഫസ്റ്റ് കേൾക്കുകയാണ്. അപ്പോൾ എന്താണ് ഷാഫി എന്ന് അറിയാനുള്ള കട്ട വെയിറ്റിക്കലാണ്. ഐലൻഡ് അല്ലേ? ഷാപ്പി എന്താണെന്ന് അറിയാൻ വേണ്ടി കാത്തിരുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഷാപ്പി. അടിപൊളി മീനാണ്. നല്ല വെൽപ്പുള്ള ടേസ്റ്റും കുഴപ്പമില്ലാന്നാണ് പറഞ്ഞത്. കുഴപ്പമില്ലാത്ത ടേസ്റ്റ്. അങ്ങനെ നമ്മൾ ചായ കുടിച്ചു. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ മോനിക്ക് വളാഞ്ചേരി പോകുന്നതുകൊണ്ട് തന്നെ അവിടെ ഇറങ്ങി. ഇനി അവൻ കമ്പ്യൂട്ടർ ക്ലാസ് കഴിഞ്ഞിട്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങട്ടെ. അപ്പോൾ അതിന് വാങ്ങാൻ വേണ്ടി തന്നെ അവിടെ ഇറങ്ങിയിരിക്കുകയാണ്. ഇനി നമുക്ക് എണ്ണ അടിക്കണം. അടുത്തത് എണ്ണ അടിക്കാനുള്ള ഉദ്ദേശത്തിലാണ് പോകുന്നത്. അപ്പോൾ നമ്മളെ എണ്ണ പമ്പ് കാണുന്നുണ്ട്. ഏകദേശം ഇതാ എത്തി. നമ്മൾ കുറച്ച് എണ്ണ അടിച്ചിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ മീൻ വാങ്ങി വെച്ചിട്ടുണ്ട്. അത് വാങ്ങാൻ പോകും വേണം. നമ്മൾ എണ്ണ അടിക്കാൻ പോവാണ്. ഓക്കെ.
അപ്പോൾ നമ്മൾ പോവാണ്. നമ്മൾ മീനെ ഇവിടെ പറഞ്ഞിരുന്നു, നമ്മൾ പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ പോയതാണ്. ഇപ്പോൾ നന്നാക്കി വെച്ചിട്ടുണ്ട്. ചെമ്മീനെ അവർ നന്നാക്കിക്കണു. അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ചെമ്മീൻ്റെ തല നിർത്തിയിട്ടാണ്, മറ്റേ തോല് മാത്രമേ കളഞ്ഞിട്ടുള്ളൂ. ഇനി തലോടുക്കനെ കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ പോയിട്ട് വെച്ചിട്ട് ടേസ്റ്റ് നമുക്ക് നോക്കണം ഇൻഷാ അല്ലാഹ്. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മീനിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ മീനെ വാങ്ങിയിട്ടില്ല. സത്യം പറഞ്ഞാൽ നമ്മൾ ചിക്കനും കുറേ ബീഫൊക്കെ കിട്ടിയിരുന്നു. അപ്പോൾ അത് ഒക്കെ വെച്ച് തീർന്ന് എപ്പോഴും ഇങ്ങനെ വാങ്ങലില്ല. അപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷമാണ് മീൻ വാങ്ങുന്നത്. പിന്നെ സ്കൂൾ തുറന്നതിന് ശേഷം അങ്ങനെ മീൻ വെക്കലില്ല. അന്നത്തെ കേക്കിൻ്റെ പൈസ മൊത്തം ഇപ്പോൾ നമ്മൾ മീൻ വാങ്ങിയിട്ടും ഭക്ഷണം കഴിച്ചിട്ടും അത് കഴിഞ്ഞു. ഇങ്ങനെ തന്നെ നമ്മുടെ ഡെയിലി റൊട്ടീൻ. നമ്മൾ കുറച്ച് പൈസ വരും, അത് എന്തിനൊക്കെയാണ് ചെയ്തിട്ട് നമ്മളവിടെ ഒഴിവാക്കും. അങ്ങനെ എന്നാലും അൽഹംദുലില്ലാ നല്ല രീതിയിൽ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്. ഇനി അതിൻ്റെ പുറമെ ഇപ്പോൾ കടയിൽ പോകേണ്ട സമയമായിരിക്കണം, നമുക്ക് ജോലി വേറെ ഉണ്ട്. അപ്പോൾ അതിലേക്ക് പോകാൻ പ്രവേശിക്കാനുള്ള സമയമായിരിക്കണം. അപ്പോൾ നമ്മൾ ഇനി ഇൻഷാ അല്ലാഹ് നമ്മൾ ഫ്രീ ആകുന്ന സമയങ്ങളിൽ വീഡിയോ ആയിട്ട് വീണ്ടും വരും. അങ്ങനെ നമ്മളെ കേക്ക് ഡെലിവറി കഴിഞ്ഞു, ഫുഡ് കഴിച്ചു. നമ്മൾ വാങ്ങിയ മീനൊക്കെ വാങ്ങിയിട്ട് നമ്മളിങ്ങനെ വരികയാണ്. കൂടെ മോൻ ഉണ്ടായിരുന്നു, മൂത്ത മോൻ ഉണ്ടായിരുന്നു. അവന് വളാഞ്ചേരി പോയിട്ട് അവൻ പഠിച്ച സർട്ടിഫിക്കറ്റ് ഉണ്ട്, അത് വാങ്ങാൻ വേണ്ടി പോയിക്കാണ്. രണ്ടാമത്തന്നെ നമ്മൾ കൂട്ടിയിട്ടില്ല. അവനെന്താ മദ്രസയിൽ പോയതായിരുന്നു. അപ്പോൾ അവനക്കുള്ള ഫുഡ് വാങ്ങിയിട്ടുണ്ട്. ആ ഫുഡും വാങ്ങിയിട്ട് നമ്മളിങ്ങനെ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇൻഷാ അല്ലാഹ് ഇനി വീണ്ടും വീഡിയോ ആയിട്ട് വരും. നമ്മളിങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കാണിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ കൊടുക്കണം, നമ്മൾ സപ്പോർട്ട് ചെയ്യണം നിങ്ങളെല്ലാവരും. താങ്ക് യു.